ടി.വി. ഇബ്രാഹിം. സർ, മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ മെമ്പർ കെ.ടി. ജലീൽ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന അവ്യക്തത വളരെ പ്രകടമാണ്. 4 വർഷത്തെ കോഴ്സ് FIUGP നടപ്പിലാക്കിയപ്പോൾ ആ കോഴ്സിന് അതിൻ്റെ മെറിറ്റ് ആയി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ജോബ് അവസരങ്ങൾ, അതുപോലെ തന്നെ മൈനർ മേജർ കോഴ്സുകൾ തമ്മിലുള്ള മാറ്റങ്ങൾ, കോളേജുകൾ മാറ്റങ്ങൾ, ഇതൊന്നും ഫലത്തിൽ വിദ്യാർത്ഥികൾ ഉപകാരപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ പ്രാവശ്യം പോലും 10 റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ആകെ മേജർ കോഴ്സുകൾക്ക് മാറ്റം എന്ന് പറയുന്നത് 114 കുട്ടികൾ മാത്രമാണ് മേജർ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ മാറ്റം ഏതു തരത്തിലും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണം ഭവിച്ചിട്ടില്ല. കുറുക്കൻ ആനയെ പിടിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും FIUGP നടപ്പിലാക്കുന്നത്. ഇതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് എന്ത് നടപടിയാണ് സർക്കാർ എടുത്തിട്ടുള്ളത്? ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ പറഞ്ഞ പോലെ 114 കുട്ടികൾക്ക് മേജർ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു നേട്ടമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ല. മുൻകാലങ്ങളിലാണെങ്കിൽ അങ്ങനെ മാറാൻ കഴിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടിയാണ് കോഴ്സുകളൊക്കെ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. അവർ ഹൈസ്കൂൾ എത്തുമ്പോൾ തന്നെ ഏത് ദിശയിൽ സഞ്ചരിക്കണമെന്ന് നല്ല വ്യക്തത അവർ വരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഡിഗ്രി തലത്തിൽ ഇതെല്ലാം നല്ല വിധത്തിൽ മനസ്സിലാക്കി തന്നെയാണ് കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ടും അവർക്ക് ബുദ്ധിമുട്ടുകളുള്ള പക്ഷം മാറാനുള്ള ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും അനുവദിക്കുന്ന രീതിയിലാണ് 4 ഇയർ UG പ്രോഗ്രാം സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. യാതൊരു വ്യക്തതക്കുറവുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തതക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ സമർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ 2 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എല്ലാവരും കൂടി ആലോചിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല ടീം വർക്കായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളെല്ലാം മുന്നോട്ട് പോകുന്നത്. ബെസ്റ്റ് പ്രാക്ടീസസ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അവർ മാതൃകകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അംഗത്തോട് എനിക്ക് പറയാനുള്ളത്.